കേരളത്തിലെ നമ്പർ 1 മുനിസിപ്പാലിറ്റിയാക്കി വടകര നഗരസഭയെ മാറ്റുമെന്ന് വടകര നഗരസഭാ ചെയർമാൻ പി.കെ. ശശി. അതിനായി പൊതുജനങ്ങളുടെ സഹായം അനിവാര്യമാണെന്നും ഹരിയാലി ഹരിത കർമ്മസേനയുടെ 9ാം വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്നും ഓർമ്മിക്കാവുന്ന രീതിയിലേക്ക് അതിന്റെ വികസനം വരണമെന്നുള്ള തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഫീസ് ഓഫ് ഗ്ലോബൽ ബോർഡേഴ്സ് ഏകദേശം 15 കോടി രൂപ ചെലവിൽ നമ്മൾ നിർമ്മിച്ചു. കേരളത്തിൽ ഏതെങ്കിലും ഇത്രയും വലിയ കെട്ടിടം 5 നില കെട്ടിടമുള്ളതും 10-52 റൂമുകളുള്ള ഒരു മുനിസിപ്പാലിറ്റി കെട്ടിടം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയം. ആധുനികമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ വടകര മുനിസിപ്പാലിറ്റി ഓഫീസിലും ലിഫ്റ്റും അതിൻ്റെ കൗൺസിൽ ഹാളുകൾ എന്ന് പറയുന്നത് അസംബ്ലിയെ ഓർമ്മിക്കാവുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 52 കടമുറകളുണ്ട്. അതിൻ്റെ അങ്ങേപ്പുറത്താണ് ചർച്ചകൾ. സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ്. ഞങ്ങളൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരുപാട് സമയം എടുക്കില്ല. അതിൻ്റെ ജൂബിലി കുളമായാലും കോറത്തുനാട നീന്തൽക്കുളമായാലും വെൽനസ് സെൻ്ററുകളായാലും വലിയ പൊതു മാറ്റത്തിന് വിധേയമായി ഈ മുനിസിപ്പാലിറ്റി പോയിട്ടുണ്ട്. ആ രീതിയിലേക്ക് ഇനിയും വലിയ രീതിയിലേക്കുള്ള വികസനം പോകുന്നത് നമ്മൾക്ക് നടത്തിക്കൊണ്ടാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില പ്രശ്നങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ നിൽക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളിലൊക്കെ 2-3 വാഹനങ്ങളില്ലാത്ത വീടുകളില്ല. ഈ വാഹനങ്ങളൊക്കെ വടകര പട്ടണത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ചെറിയ രീതിയിലല്ല, വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് വടകരയിൽ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഒന്ന്, വലിയ പട്ടണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം വടകരയിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്ഥല ലഭ്യത ഉണ്ടാവണം എന്നതാണ് ഒരു പ്രശ്നം. വടകര പട്ടണത്തിൽ അത്തരം സ്ഥല ലഭ്യത ഉണ്ടായാൽ തീർച്ചയായും അനേകം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയാത്ത രീതിയിലേക്ക് നമ്മൾ ആ സംവിധാനം നമുക്ക് ആഗ്രഹമുണ്ട്. നാഷണൽ ഹൈവേയിൽ വന്നിട്ടുള്ള മേൽപ്പാലങ്ങളുണ്ട്. റോഡുമായി ബന്ധപ്പെട്ട മേൽപ്പാലത്തിൻ്റെ അടിയിലൊക്കെ ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി വാഹനങ്ങൾ നിർത്തിയിടാൻ ആവശ്യമായ രീതിയിൽ അനുവാദം വേണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ ഞങ്ങളൊക്കെ മണൽ ഉൾപ്പെടെ ഷൈൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചർച്ച നടത്തിയ സമയത്ത് അതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ വടകര ടൗൺ ഹാൾ നമ്മൾക്ക് പോരാ എന്നതാണ്. വടകര ടൗൺ ഹാൾ പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റി ആധുനിക സൗകര്യങ്ങളുടെ ടൗൺ ഹാളാക്കി മാറ്റണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ലഭ്യതക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ അടിയിലും പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷൈനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിത കർമ്മസേന അംഗമായ സതി കേവിക്കുള്ള യാത്രയയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചു. കോർഡിനേറ്റർ മണലിൽ മോഹനൻ, CDS ചെയർപേഴ്സൺമാരായ വി.കെ. റീന, മീര വി, ഋഷിത പവിത്രൻ, വിനീത KB, അനില PK, സാനു ചന്ദ്രൻ, കെ. ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.